ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഞാൻ പറഞ്ഞില്ലേ, ഫിസിയോതെറാപ്പി സെൻറ്ററിൽ നമ്മുടെ അമ്മുക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അമ്മുക്കുട്ടീൻ്റെ മാത്രമല്ല, വേറൊരാളുടെയും കൊണ്ട് ബർത്ത്ഡേ ഉണ്ട്. വിഷ്ണു, നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല കേട്ടോ, ഒരു വിഷ്ണു പുറത്തുള്ള ഒരാളാണ്. അവർക്ക് ഇവിടെ വന്ന് കേക്ക് മുറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അങ്ങനെ അവർ വന്ന് കേക്കും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മൂസിൻ്റെയും വിഷ്ണുവും കൂടി കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അച്ഛനമ്മമാർക്കൊക്കെ. കാരണം നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ എവിടെയും അങ്ങനെ ആഘോഷിക്കാറൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതേ അമ്മൂസിന് ഇച്ചിരി നേരം എടുത്തു വെച്ചപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ ദേഷ്യം വന്നു അമ്മൂസിന്. അങ്ങനെ കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മു അല്ലേ മോള്, അമ്മു അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. വിഷ്ണു നോക്കി ചിരിക്കുന്നതാണ്. അമ്മു അങ്ങ് കരയാൻ തുടങ്ങി. ഒരു വിധത്തിൽ കേക്ക് മുറിച്ചു കേട്ടോ. അമ്മൂസിന് കേക്കൊന്നും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലേ. അമ്മൂന് കേക്കൊന്നും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആദ്യം കേക്ക് അമ്മു മുറിച്ചു. അത് വിഷ്ണു മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ. ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കേക്ക് മുറിച്ച് അമ്മൂനെടുത്ത് കേക്ക് കൊടുക്കുകയാണ്. അമ്മൂന് ഇച്ചിരി ക്രീം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് കേക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കേക്ക് ഉണ്ടായിരുന്നു, ലഡു ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒത്തിരി സന്തോഷമായിട്ടോ. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊക്കെ ഇതല്ലേ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ശ്രീവിദ്യ പാത്രമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അമ്മൂസിന് അധികം ആരും അങ്ങനെ കേക്ക് കൊടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം അമ്മൂന് അങ്ങനെ ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും അങ്ങനെ കേക്ക് കൊടുക്കാൻ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും മുറിച്ച് പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ ശ്രീവിദ്യ. പക്ഷേ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഇത്രയും സന്തോഷമുള്ളൊരു ദിവസമൊന്നും നമുക്കേ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ലോകം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എല്ലാവരും സന്തോഷമാണ്. അപ്പൂസ് അതേ അവിടെ ഇരിക്കുന്നു, ഞാനതേ അവിടെ ആദൂട്ടിനെ കൊണ്ട് ഇരിക്കുവാണ്. എല്ലാവരും കേക്ക് ഒരുമിച്ചിരുന്ന് വട്ടത്തിലൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അതേ എൻ്റെ അപ്പുക്കുട്ടി ഇരിക്കുന്നു. അവൾ വീഡിയോ ആണെന്ന് വിചാരിച്ചു അവളോട് വീഡിയോ എന്ന് ഇപ്പോഴാണ് പറയുന്നത്. അപ്പുക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. താഹിറ എനിക്കുള്ള കേക്ക് കൊണ്ടുപോയി തന്നെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര മധുരമാണേ, കേക്കിന് ഭയങ്കര മധുരമായിപ്പോയി. ശ്രീവിദ്യ അതെ അവിടെ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ സോനുവിനോട് പറഞ്ഞു, സോനു നീ കേക്ക് കഴിക്കുന്നതെന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സോനു ചിരിക്കുവാണേ. അത് പറഞ്ഞപ്പോൾ സോനുവിൻ്റെ ഒരു ചിരിയുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞതേ അപ്പുക്കുട്ടി ഇരിക്കുന്നു. അപ്പുക്കുട്ടിക്ക് ഒന്നും വേണ്ട കേട്ടോ. അതെ അതുട്ടി അമ്മയും കേക്ക് പോയിട്ട് ഇരിക്കുവാണ്. പക്ഷേ ഇത്രയും കേക്കൊന്നും ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര മധുരമായിരുന്നേ. അതുകൊണ്ട് ഇത്രയും കേക്കൊന്നും ഞങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ചേ കഴിച്ചുള്ളൂ. അതുട്ടി ആ കേക്കിലേക്ക് തന്നെ നോക്കിയിട്ടാണ് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി കേക്ക് ഉണ്ടായിരുന്നു. ആൾ കുറവായിരുന്നു. ഈ മഴയായിട്ടുണ്ടെങ്കിൽ സ്വതവേ തെറാപ്പി സെൻറ്ററിൽ മക്കളൊക്കെ കുറവായിരിക്കും. എല്ലാവർക്കും പനിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേക്കും വെച്ചുകൊണ്ടിരിക്കുവാണ്. അതുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ അമ്മ എന്താ കേക്ക് വെച്ചിട്ട് എനിക്ക് തരാത്തേന്നെങ്ങാണ്ടാണ് അതുട്ടി വിചാരിക്കുന്നത്. പക്ഷേ അതുട്ടിക്ക് ഒരുപാട് കേക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ അതുട്ടിക്ക് പരമാവധി മധുരം കൊടുക്കാതിരിക്കാനാണ് നോക്കുന്നത്. മധുരം ഫിക്സൊക്കെ ഉള്ളതുകൊണ്ട് അതുട്ടിക്ക് ഒത്തിരി മധുരവും ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. അതുട്ടിക്ക് ഫുഡ് ഞാൻ കൺട്രോളാണ് കേട്ടോ. മധുരത്തിൻ്റെ കാര്യത്തിലും ചോക്ലേറ്റും മിഠായിയും അതൊന്നും ഞാൻ കൊടുക്കത്തില്ല. അതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്താണ് അതുട്ടിയുടെ കാര്യത്തിൽ പോകുന്നത്. ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് കഴിക്കുവാണ് കേട്ടോ. ബാക്കിയുള്ളത് ഞാനവിടെ വെച്ചു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ, മധുരമായിട്ട് പറ്റുന്നില്ല. അതെ താഹിറ ഇരുന്ന് കഴിക്കുന്നു. താഹിറ അന്നേരം എന്നെ നോക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട് കേട്ടോ. പാവം കേട്ടോ, ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയ കൂടപ്പുറപ്പാണ്. താഹിറ ഒരു പഞ്ചം പാവമാണ് കേട്ടോ. താഹിറ എന്നല്ല എല്ലാവരും കേട്ടോ, എല്ലാവരും പാവമാണ്. അപ്പൂസ് അതേ ഇരുന്ന് കേക്ക് കഴിക്കുന്നു. അങ്ങനെ അപ്പൂസിനോട് പറയുകയാണ്, ഭയങ്കര എന്താണെന്നല്ല ഭയങ്കര മധുരമായിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് ആദൂട്ടി അവിടെ കിടപ്പുണ്ട്. ആദൂട്ടിക്ക് ഒത്തിരി ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടില്ല കേട്ടോ. വല്ല മുട്ടയൊക്കെ ചേർത്താണ് ഇനി വയറിന് വല്ല കംപ്ലൈൻറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പായസം വന്നത്. പാൽപ്പായസമാണ് കേട്ടോ. നമ്മുടെ അടിപൊളി പായസമാണ്, പറയാൻ പറ്റിയായിരുന്നു. നല്ല അടിപൊളി പായസമാണ്. സാർ എല്ലാവർക്കും എടുത്ത് തരുവാണ് കേട്ടോ.
കേക്ക് നിന്ന് മടുത്തിരിക്കുമ്പോഴാണ് പായസം. അതുകൊണ്ട് പിന്നെ പായസം ഞാൻ കൊടുക്കും കേട്ടോ. അതുകൊണ്ടിക്ക് പായസം ഇഷ്ടമായതുകൊണ്ട് പായസം ഞാൻ കൊടുക്കും. അതുകൊണ്ട് പായസം കുടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാണ് നമ്മുടെ ടീച്ചറുടെ കേസരി. ടീച്ചർ ഇത് കേസരിയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് ലഡു കഴിക്കാൻ കേട്ടോ. പപ്പടവും പായസവും കൂടിയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിരുന്നൊക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഒത്തിരി വിഷമമൊക്കെ മറക്കും. ശ്രീവിദ്യ അതിൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന് പായസം കുടിച്ചതാണ് കേട്ടോ. ഇവർക്കും അങ്ങനെ ഇവരൊരു അവിടുത്തെ സ്റ്റാഫ്, നമ്മൾ വേറെ അങ്ങനത്തെ ഒരു വിചാരമൊന്നുമില്ല. നമ്മളെല്ലാം ഒരേപോലെ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഇവർക്ക്. അങ്ങനെ ആവണമല്ലോ. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ സന്തോഷിക്കുന്നത് അവിടെ ഈ റൂമിൽ ഇവിടെ വന്നിട്ടല്ലേ. അപ്പം നമ്മളെല്ലാം ഒരേപോലെ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ. ശ്രീവിദ്യ കുടിക്കുന്നുണ്ട്, ആദൂട്ടി കുടിച്ചിട്ട് ഇരിക്കുവാണ് കേട്ടോ. പായസത്തിന് ഗ്ലാസ്സൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അവളെന്തോ പറഞ്ഞ് ചിരിക്കുവാണ് കേട്ടോ. അവളെന്തോ പറഞ്ഞിട്ട് ചിരിക്കുവാണ്. രാവിലെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരും അതന്നെ, ഇവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നത്. അത് ചേച്ചി പിടിച്ചോ എന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷെ നമുക്ക് അവിടുത്തെ വോയിസ് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ വോയിസ് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നല്ല വിറ്റാണ് എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ നല്ല രസമാണ് വർത്തമാനം പറയുന്നതൊക്കെ. പക്ഷെ നമുക്ക് അവിടുത്തെ വോയിസ് ഒരു കാരണവശാലും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഇടാതിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനത്തെ വീഡിയോ ഇടാമെന്ന്. എന്നും ഞാനും ആദൂട്ടിയോട് ഇരുന്നിട്ടുള്ള വീഡിയോ അല്ലേ, അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് ഇങ്ങനത്തെ വീഡിയോ ഇടാമെന്ന്. പക്ഷേ മാളൂട്ടിക്കും ഉണ്ണിക്കുട്ടനൊക്കെ വലിയൊരു ഇത് ഒഴിവായി പോയി കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ അമ്മുക്കുട്ടിക്ക്. ആദ്യം ഗിഫ്റ്റ് കൊടുത്തത് വിഷ്ണുവാണ്. ആ വീഡിയോ ഇല്ലേ, ആ വീഡിയോ കാണുന്നില്ല കേട്ടോ. വിഷ്ണു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആദൂട്ടിയുടെ വകയായിട്ട് ഞാനൊരു ചെറിയ ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറയാം ഇത് മര്യാദയ്ക്ക് കിട്ടണം കേട്ടോ എന്ന് അവനോട് പറഞ്ഞിട്ടിരിക്കുവാണ്. അങ്ങനെ പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആദൂട്ടി ലഡു കഴിക്കുവാണ്. നമ്മുടെ കണ്ടോ ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിനിടയ്ക്ക് കയറി വന്നതാണ്. പിന്നെ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റിയല്ല. ഇത്രയും വോയിസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യൽ നടക്കുകയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആദൂട്ടി ലഡു കഴിച്ചിട്ടിരിക്കുവാണ് കേട്ടോ. ലഡു കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ആദൂട്ടിക്ക് ഇപ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.